എനിക്ക് 8 കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ പോകട്ടെ. അപ്പൊ ശരി ശരി ശരി. അയ്യോ സോറി, ബില്ല് എനിക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഞാൻ പോയാലേ. ബില്ല് ആൽബത്തിന്റെ ബില്ല. ₹1,25,000. 1,25,000. 1,25,000 രൂപ. എടാ ഈ കല്യാണത്തിന് ആകെ ഉണ്ടാക്കുന്ന 1,00,000 രൂപയേ ഉള്ളൂ. പിന്നെ 27,000 ഞാൻ ഇവിടെ തരുന്നത്. അത് ശരി. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? എനിക്ക് ആൽബം വർക്ക് ചെയ്യാൻ പൈസ എനിക്ക് കിട്ടണം. 1,20,000 കിട്ടണം. വേണമെങ്കിൽ ഒരു മണിയാ 5,000 കുറച്ചോ 1,20,000 ഉറപ്പിച്ച്. നിന്റെ മറ്റവനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ നീ എന്നെ പറഞ്ഞത്? അല്ല ചേട്ടാ, നമ്മളെന്തിനാ തല്ലുകൂടുന്ന? ആ പൈസ കൊടുത്തേക്ക്. പൈസ എവിടെ നിന്റെ എത്ര തരുന്നുണ്ട് നിന്റെ? അതെ അതെ, നിങ്ങൾ കടാന്ന് പറഞ്ഞേക്കാൻ നേരമില്ല. എനിക്ക് പൈസ കിട്ടിക്കാൻ ഞാൻ പോകും. ആ പൈസ നിങ്ങൾ ബാക്കി ഒന്നും വായിക്കും. നിന്റെ വീട്ടിൽ വന്ന് സ്ത്രീധനം ചോദിച്ചപ്പോ എത്ര എത്ര എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ 101 പോയിന് എണ്ണി വാങ്ങിച്ച നിങ്ങളല്ലേ? 5 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവരാടി. എടുത്തു പോണ ഫോട്ടോ അങ്ങനെ പാടില്ല. നിങ്ങളെന്നെ തല്ലിയല്ലേ? അതിനാണല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ കഴുത്തിൽ തന്നെ കൊല്ലുന്നതിനെയാ. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. വെറുതെ അങ്ങോട്ടൊന്നല്ല. ഈ കിടക്ക് താലിയില്ലേ ഇതുപോലെ എന്റെ കാശടി തെറ്റി വേണ്ട കിടക്കണം. നിങ്ങൾ താലി വരെ കൂടെ കുഴിഞ്ഞ് തിന്നെ. നിങ്ങളെ ഞാൻ കോടതി കയറ്റില്ലേ? നോക്കിക്കോ. കോടതി ഞാൻ കാണിച്ചാലും എന്ത് കാര്യം കൊടുത്തി നിങ്ങൾ കണ്ടോ? ഒരു ചേട്ടാ ഇത് വല്ലതും കണ്ടാ ചേട്ടാ? ഇത്ര നേരം എന്നെ പൊന്നെ കണ്ണേന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന മനുഷ്യരാ. എന്റെ പെങ്ങള് കരയാതിരിക്കേ. എന്തിനാ കരയാതെ? കരയല്ലേ ഇത്? അങ്ങനെ പറയരുത്. ജീവിക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. വാ ഇത് കണ്ട, ഇത് കണ്ട പെങ്ങളെ സുജിത്തെടുത്ത ഫോട്ടോസ്. ഇത് കണ്ട, ഈ ഫോട്ടോ നോക്കിയേ. ഇത് കണ്ട, അന്ന് കല്യാണത്തിന് കഴിഞ്ഞിട്ട് ഞാൻ ചില്ലെടുത്തില്ലേ, കുനിച്ചിരിക്കുന്നത് കണ്ടത്. അവൻ ഇടിക്കണ പോലത്തെ സീൻ കണ്ടായിരുന്ന ഈ ഫോട്ടോയില്? കണ്ട, ഇത് നോക്കിയേ, കൈ വെച്ചത് ഇങ്ങനെ ഇടിക്കുന്ന സീൻ കണ്ടായിരുന്ന? ഈ 2 ഫോട്ടോ മതി. പെങ്ങള് ഈ 2 ഫോട്ടോ ആയിട്ട് നേരെ കോടതി ചെല്ലുക. ഇത്രയും തന്നെ പോരെ. അവൻ പീഡന കേസിൽ അകത്താ. അതല്ലേ ഫോട്ടോഗ്രാഫർ സുജിത്ത്. കഥയില്ലാത്തൊരു കഥയാണിത്, പതിരില്ലാത്തൊരു കഥയാണ്. കൺമുന്നിലിത് കാണാം, ചെവിയോർത്താലിത് കേൾക്കാം. കൺമുന്നിലിത് കാണാം, ചെവിയോർത്താലിത് കേൾക്കാം. കളികാലം കോലം തുള്ളണ നാടിൻ കഥയാണ് സിനിമാല.